ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിന്മയാനന്ദ സ്വാമിയെ പറ്റിയാണ്. സ്വാമി ചിന്മയാനന്ദ നമ്മുടെ ഈ കേരളത്തിൽ ജനിച്ചാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. 1916 മെയ് 8 ജനിച്ചത്. എറണാകുളത്ത് ഒരു ഹിന്ദു നായർ കുടുംബത്തിലാണ് ജനിച്ചത്. ബാലൻ, പിന്നെ ബാലകൃഷ്ണ മേനോൻ എന്നറിയപ്പെട്ടു. ആ ബാലൻ അല്ലെങ്കിൽ ബാലകൃഷ്ണനാണ് പിന്നീട് ലോകമെല്ലാം അറിയപ്പെട്ടിരുന്ന ചിന്മയാനന്ദ സ്വാമിയായത്. 1936 രമണ മഹർഷിയെ കാണാനിടയായി. അദ്ദേഹം ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ഈശ്വരനെ അറിയണം എന്നുള്ളൊരു മോഹമുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, ഈശ്വരനെ അറിയണം എന്ന് നമുക്കൊരു മോഹമുണ്ടായാൽ, ആഗ്രഹമുണ്ടായാൽ ഈശ്വരൻ നമ്മളെ അവിടെ എത്തിക്കും. അതിന് വേണ്ടതെല്ലാം പിന്നെ ഈശ്വരൻ ചെയ്യും. അങ്ങനെ മഹായോഗിയും മഹാജ്ഞാനിയുമായിട്ടുള്ള ശിവാനന്ദ സരസ്വതിയെ കണ്ടുമുട്ടാനിടയായി. അദ്ദേഹം സന്യാസി ദീക്ഷ കൊടുത്തു. ബാലൻ എന്നുള്ള പേര് മാറ്റിയിട്ട് ചിന്മയാനന്ദ സ്വാമി എന്ന് കേട്ടു. ചിന്മയം എന്ന് പറഞ്ഞാൽ തന്നെ പ്യുവർ നോളജ്, ശുദ്ധജ്ഞാനം എന്നർത്ഥം. പ്യുവർ നോളജ് അല്ലെങ്കിൽ ശുദ്ധജ്ഞാനം, അതാണ് ചിന്മയം. അങ്ങനെ ചിന്മയാനന്ദ സ്വാമി പിന്നീട് സ്വയമായിട്ട്, എന്നുവെച്ചാൽ ഗുരുവിൻ്റെ കീഴിൽ തന്നെ അവനവനെ പറ്റി അറിയാൻ തുടങ്ങി. ഭഗവത്ഗീതയിലൂടെ പോകാൻ. ഭഗവത്ഗീതയിലെ എല്ലാ തത്വങ്ങളും ഇതിലൂടെ വളരെ സൂക്ഷ്മമായി പഠിച്ച് വിലയിരുത്തി. ഭഗവത്ഗീതയിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യം. ഭഗവത്ഗീത ലോകമെല്ലായിടത്തും, എല്ലാ രാജ്യങ്ങളിലും ഇത്രയധികം ഭഗവത്ഗീത യജ്ഞം നടത്തിയ വേറൊരു സ്വാമിജി ഇല്ല. എല്ലാ രാജ്യങ്ങളിലും മിക്കവാറും ചിന്മയാനന്ദ സ്വാമിയുടെ ഗീതായജ്ഞം വളരെ പ്രസിദ്ധമാണ്. ഗീതായജ്ഞം, ഗീതയിലെ ഓരോ വരിയും വാക്കും അദ്ദേഹം ലോകത്തിന് പറഞ്ഞു കൊടുത്തു. വിവേകാനന്ദ സ്വാമി വേദാന്തം പറഞ്ഞു കൊടുത്ത മാതിരി ചിന്മയാനന്ദ സ്വാമി താരതമ്യപ്പെടുത്തല്ല, ലോകത്തിന് ഗീതായജ്ഞം പകർന്നു കൊടുത്തു. അത് പലർക്കും ഗീതയോട് ഒരു ആകർഷണം അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഉണ്ടാവാൻ തുടങ്ങി. അത് അനുസരിച്ച് പലരും ഗീത വായിക്കാനും പഠിക്കാനും അത് സംശീകരിക്കാനും മുന്നോട്ട് വന്നു. എന്തായാലും പിന്നീട് അദ്ദേഹം കുറേ സ്കൂളുകൾ, ആസ്പത്രികൾ, അങ്ങനെ പലതും സ്പിരിച്വാലിറ്റി അല്ലാതെ തന്നെ ഒരു സാമൂഹ്യ സേവനം മാതിരി അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രധാനമായിട്ട് അമേരിക്ക, ബ്രിട്ടൻ, മിക്ക രാജ്യങ്ങളിലും ഈ ഗീതായജ്ഞം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം, ഗീതയുടെ തത്വങ്ങൾ, മൂല്യങ്ങൾ ഇത്രയും അധികം ലോകത്തിന് കൊടുത്ത ആചാര്യനാണ്, സ്വാമിയാണ് ചിന്മയാനന്ദ സ്വാമി. അദ്ദേഹം ഗുരുവിനെ പറ്റിയിട്ടൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്കിവിടെ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു മെസ്സേജ്. ആരാണ് ഗുരു, എന്താണ് ഗുരു? അദ്ദേഹം പറയുന്നത് നോക്കൂ. ദി റിയൽ ഗുരു ഈസ് ദി പ്യുവർ ഇന്റലക്ട്. നമ്മുടെ ബുദ്ധി തന്നെയാണ് യഥാർത്ഥ ഗുരു. എങ്ങനത്തെ ബുദ്ധി? പ്രപഞ്ച ബുദ്ധിയല്ല, ശുദ്ധ ബുദ്ധി. അതാണ് യഥാർത്ഥ ഗുരു. വിത്തിൻ, അത് നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് ബുദ്ധി. ആൻഡ് പ്യൂരിഫൈഡ്, വളരെ പ്യൂരിഫൈഡ് ആണ്, ശുദ്ധിയുള്ളതാണ്. ആൻഡ് ഡീപ്ലി ആസ്പയറിംഗ് മൈൻഡ്, അങ്ങനെ വളരെ ഗാഢമായിട്ട് നമ്മളെ ആസ്പയർ ചെയ്യുന്ന ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോത്സാഹനം തരുന്ന ഒരു മനസ്സും, അതാണ് ഡിസൈപ്പിൾ. നമ്മുടെ മനസ്സ് നമ്മുടെ ഡിസൈപ്പിളാണ്, നമ്മുടെ ശിഷ്യനാണ്. നമ്മുടെ ബുദ്ധി നമ്മുടെ ഗുരുവാണ്. അപ്പം ഗുരു ഈസ് അവർ പ്യുവർ ഇൻ്റലക്ട്. ഇതാണ് ചിന്മയാനന്ദ സ്വാമി എന്ന്. അപ്പം നമുക്കും വേണ്ടത്, ആധ്യാത്മികതയിൽ പോകാൻ വേണ്ടത് പ്യുവർ ഇൻ്റലക്റ്റ് വേണം, ബുദ്ധി വേണം. അത് നമ്മൾ ഗായത്രി മന്ത്രത്തിൽ പഠിച്ചതാണ്. ആ ഒരു പ്യുവർ ഇൻ്റലക്റ്റ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ബുദ്ധിയിൽ ആ പരമമായ ചൈതന്യം പ്രകാശിക്കാൻ വേണ്ടി ബുദ്ധി ശുദ്ധമാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്യുവർ ഇൻ്റലക്ട്. ഗീത ഒരു പടി കൂടി മുന്നോട്ട് പോയി. പ്യുവർ ഇൻ്റലക്റ്റ് ആണ് ശരിക്കും സാങ്ക്യാബുദ്ധി, യോഗബുദ്ധി, പിന്നെ സത്യബുദ്ധി. അപ്പം നമ്മൾക്ക് ഈശ്വരനിലേക്ക് അടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നതല്ല, അതാണ് ശരി. അങ്ങനെ ചിന്മയ മിഷൻ ഇന്ന് ലോകം എമ്പാടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പഠന രീതിയുണ്ട് ചിന്മയാനന്ദ സ്വാമിയുടെ. BMI, അത് വെച്ചിട്ടാണ് അദ്ദേഹം പഠിപ്പിക്കുക. ബോഡി, മൈൻഡ്, ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. അപ്പോൾ ആത്മാവിനെ കാണണമെങ്കിൽ, നമ്മുടെ സ്വരൂപത്തെ അറിയണമെങ്കിൽ ചിന്മയാനന്ദ സ്വാമി എപ്പോഴും പറയുന്നതാണ്, once you transcend your BMI, you can reach the ultimate truth. ഈ ബോഡി, മൈൻഡ്, ഇൻ്റലക്റ്റ് എന്നതിനെ നമ്മൾ അപ്പുറം പോവുകയാണെങ്കിൽ നമുക്ക് ആ പരമസത്യത്തിലെത്താൻ കഴിയും. BMI അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു ചാർട്ട് തന്നെയാണ് ബോഡി, മൈൻഡ്, ഇൻ്റലക്റ്റ്.
ഇതിനെ നമ്മൾ മറികടക്കണം. ഇത് തന്നെയാണ് 18ാം പടിയിൽ വി ആർ ട്രാൻസെൻഡിങ് ദി ബോഡി മൈൻഡ് ഇന്റലക്ട് ആൻഡ് വി ആർ റീച്ചിങ് ദ തത്വമസി. ഈ ബോഡി മൈൻഡ് ഇന്റലക്റ്റ് മറികടന്നിട്ട്, ശരീരത്തെ മറികടന്നിട്ട്, അല്ലെങ്കിൽ ശരീരബോധത്തെ മറികടന്നിട്ട് നമ്മൾ ആത്മബോധത്തിലെത്തുന്നു, തത്വമസിയിലെത്തുന്നു. ഇതാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഗീതാ യജ്ഞാചാര്യൻ തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത്രയധികം, ഒന്നുകൂടി പറയട്ടെ, ഇത്രയധികം ഗീത യജ്ഞം നടത്തി ഗീതയുടെ ആ പരമപവിത്രമായ അറിവ് ലോകത്തിന് നൽകിയ പരമാചാര്യനാണ് ചിന്മയാനന്ദ സ്വാമി. എന്തായാലും നമുക്ക് ചിന്മയാനന്ദ സ്വാമിയെ പറ്റി ആലോചിക്കുമ്പോൾ ഓർമ്മ വന്ന ഗീതായജ്ഞം ഓർത്തുകൊള്ളുക. ആ പരമപവിത്ര വിശുദ്ധ ഗ്രന്ഥം, അതിലെ തത്വങ്ങൾ ലോകത്തിന് വാരി വിതറിയ മഹാജ്ഞാനിയാണ് ചിന്മയാനന്ദ സ്വാമി. എന്തായാലും ചിന്മയാനന്ദ സ്വാമിയെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഇതോടെ തീരുന്നു.